അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തേത് ഒരു അടിപൊളി മാമ്പഴപ്പുളിശ്ശേരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ മാങ്ങ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിടാറാണ് കേട്ടോ. അത് ചട്ടിയിലോട്ട് ഞാൻ 2 മാങ്ങ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഓണക്കല്ലേ വരുന്നത്. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന മാമ്പഴപ്പുളിശ്ശേരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് നമുക്ക് 2 പിടി തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ ഒരു പച്ചമുളകും. ഞാൻ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ അരപ്പിലോട്ട് വേറെ ഒന്നും ചേർക്കാറില്ല. ചെറിയ ഉള്ളി ഒന്നും ചേർക്കില്ല. ഇത് 3 മാത്രമേ ചേർക്കാറുള്ളൂ കേട്ടോ. തേങ്ങയും ചെറിയ ജീരകവും പച്ചമുളകും കൂടി നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി നമുക്ക് വേവിക്കാൻ വെച്ച മാങ്ങ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി നോക്കാം കേട്ടോ. അപ്പോൾ മാങ്ങക്ക് കുറച്ചൊന്ന് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് ശർക്കരപ്പാനിയാണ് ഒഴിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം മധുരത്തിന് ആവശ്യമുള്ള ശർക്കരപ്പാനി ഒഴിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ മാങ്ങ നല്ല മധുരമുള്ളതാണെങ്കിൽ കുറച്ച് ഒഴിച്ചെടുത്താൽ മതി. നമുക്ക് ഈ ശർക്കരപ്പാനിയിൽ ഈ മാങ്ങ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ശർക്കരപ്പാനിയും മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ശർക്കരപ്പാനിയിൽ മാങ്ങ കുറുകി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ അരപ്പ് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ പുളിയില്ലാത്ത നല്ല കട്ട തൈരുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതൊരു 3 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി അരച്ചെടുക്കണം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളൊന്ന് ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പം പിന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. കണ്ടോ, ശർക്കരപ്പാനിയൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. നമുക്കിത് തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ആ മാങ്ങ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ വെന്ത കാരണം പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടൂട്ട. ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കുമ്പോൾ എപ്പോഴും നല്ല കട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാറ്. കുറച്ച് വെള്ളത്തോടുള്ള പുളിശ്ശേരി എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ കട്ടിയുള്ള പുളിശ്ശേരിയാണ് കേട്ടോ എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ നല്ല കട്ടിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ജസ്റ്റ് നന്നായിട്ടൊന്ന് തിളക്കണ്ട, ജസ്റ്റ് ഒരു തിള വരണം. നമ്മളിങ്ങനെ നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ തിളക്ക് വന്നിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. നമുക്കിതിലോട്ടുള്ള താളിപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് കുറച്ച് ഉലുവ, ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഉലുവ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഉലുവ തീർച്ചയായിട്ടും മാമ്പഴപ്പുളിശ്ശേരിക്ക് നിർബന്ധമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉലുവ ചേർത്തെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 2-3 വറ്റൽമുളക് ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടെടുത്തതിന് ശേഷം നമ്മൾ താളിച്ചത് നമുക്ക് മാമ്പഴപ്പുളിശ്ശേരിയിലോട്ട് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു. പിന്നെ എൻ്റെ ചാനൽ ഞാൻ കുറേ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.